എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു K1 K2 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മാത്സിന്റെ സെഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഫെബ്രുവരി മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2026 എന്ന് പറയുന്ന ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നതിന് ശേഷം നമ്മൾ ഈ പറയുന്നത് പോലെ പെട്ടെന്നാണ് നമ്മുടെ മുമ്പിൽ നിന്ന് ഒരു മാസം കടന്നു പോയത്. നമ്മൾ ഫെബ്രുവരി മാസത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു പരീക്ഷ പേടി സ്വാഭാവികമായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ട്, അല്ലെങ്കിൽ അധ്യാപക സുഹൃത്തുക്കൾക്കും ഉണ്ട്. പരീക്ഷ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ദിവസങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോകേണ്ടത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിലെ ഏകദേശം 15 മുതൽ 20 വരെയുള്ള ദിവസങ്ങളാണ് ഈ ഒരു പരീക്ഷ പ്രിപ്പറേഷന് മുമ്പേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2026 എന്ന് പറയുന്ന ഈ ഒരു വർഷത്തില് നടക്കാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷകൾക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നമുക്കറിയാവുന്നതാണ്. എന്താണ് പ്രത്യേകത? 2026 അവസാനത്തോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന LP UP പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മുമ്പേ ഉള്ള കേട്ടറ്റ് പരീക്ഷ, അല്ലെങ്കിൽ നമ്മൾ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് അവർക്ക് മറ്റൊരു 2026 കിട്ടിയ മറ്റൊരു സുവർണ അവസരം, കേട്ടറ്റ് ക്ലിയർ ചെയ്യുവാനുള്ള മറ്റൊരു അവസരമായിട്ട് പരീക്ഷയെ കാണാം. LP UP പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യ പടി, അതായത് കേട്ടറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ള നിങ്ങളുടെ ആദ്യ പടി 2026 തുടക്കത്തോടു കൂടി നിങ്ങൾക്ക് സാധ്യമാക്കാവുന്നതാണ്. അങ്ങനെ 2027 നമ്മൾ LP UP പരീക്ഷ എഴുതി 2028 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ നിങ്ങൾ ഏത് ജില്ലയാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ജില്ലയിലെ ആദ്യത്തെ 50-നകത്തേക്ക് നമ്മളുടെ പേരുകൾ എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മുമ്പോട്ടുള്ള യാത്രയില് നമുക്കറിയാം, ഇപ്പൊ K1 ആണെങ്കിലും K2 ആണെങ്കിലും മാത്സിനകത്തെ ചോദ്യങ്ങൾ നമ്മൾ 2-3 ക്ലാസ്സുകളിലായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. സാധാരണ അങ്ങനെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പരമാവധി ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 3-4 ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തത്. അങ്ങനെ 3-4 ക്ലാസ്സുകൾ കഴിഞ്ഞു. വലിയ ഫീഡ്ബാക്ക് ആണ് കിട്ടിയത്. കാരണം നിങ്ങളിലെ ഒരുപാട് പേർക്ക് പരീക്ഷയുടെ പ്രിപ്പറേഷന് മുമ്പേ മാത്സിനകത്ത് ഒന്നും അറിയാത്തവർക്ക് പോലും നല്ല രീതിയിൽ മനസ്സിലാക്കി എടുത്തുകൊണ്ട് ഈ പരീക്ഷ പേടി കൂടാതെ നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ആത്മവിശ്വാസം ഉയർന്നു എന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കേൾക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ നമ്മുടെ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഇത്തരത്തിലെ ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ, ഏറ്റവും അവസാനം ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഉൾപ്പെടെ ഒരുപാട് ക്ലാസ്സുകൾ കൊടുത്തതിന് ശേഷം അവസാന ഘട്ടത്തിലെ വലിയൊരു റിസൾട്ടാണ് നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കേട്ടറ്റ് പരീക്ഷകളുടെ നമ്മുടെ ഈ ഒരു കേട്ടറ്റ് ക്ലിയർ ചെയ്ത ഉദ്യോഗാർത്ഥികളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ അവരുടെ കേട്ടറ്റ് എന്ന് പറയുന്ന ആ ഒരു ബാരിയർ ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് CCയുടെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് കാണുകയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ പേടി കൂടാതെ പരീക്ഷ ഹാളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നിങ്ങളിനി അവസാന ഘട്ടത്തിൽ നിങ്ങളോട് ചെയ്യേണ്ട നീതി എന്ന് പറയുന്നത്. നമ്മള് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചവരാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എക്സാം ഹാളിലേക്ക് കടക്കുമ്പോൾ ഞാനൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം നിങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നിങ്ങൾ എന്തു പഠിച്ചിട്ടുണ്ടോ അത് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കൂ എന്നുള്ള വലിയ ആത്മവിശ്വാസത്തോടു കൂടി വേണം പരീക്ഷകളിലേക്ക് കടക്കുവാൻ. നിങ്ങൾ നെർവസ് ആയി പോയി കഴിഞ്ഞാല് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എത്രത്തോളം പഠിച്ചു വെച്ചിട്ടുണ്ടോ അതൊക്കെ കുറേശ്ശെ എങ്കിലും മറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നത് അത് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കൂ എന്ന് വലിയ ആത്മവിശ്വാസത്തോടുകൂടി വേണം നിങ്ങൾ പരീക്ഷകളിലേക്ക് കടക്കാൻ. സോ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പതിയെ കടക്കാം. മക്കളെ, ഒന്നാമത്തെ ചോദ്യം ട്രെയിനാണ്. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 4 ടൈപ്പ് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാല്
നമ്മുടെ ട്രെയിൻ ലംബമായിട്ട് നിൽക്കുന്ന വസ്തുക്കളെ മറികടക്കുന്ന ചോദ്യങ്ങൾ. എടാ കുഞ്ഞുങ്ങളെ, ലംബമായിട്ട് നിൽക്കുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാല് ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ മറികടന്നു, അല്ലെങ്കിൽ ഒരു ടെലിഫോൺ പോസ്റ്റിനെ മറികടന്നു, അല്ലെങ്കിൽ ഒരു മരം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ബിന്ദുവിനെ മറികടന്നു എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, ബിന്ദു, ഇത്തരം സാധനങ്ങളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ മക്കളെ, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എല്ലാവരും എഴുതിയെടുത്തോടാ. അതാണ് ഒന്നാമത്തത്. രണ്ട്, ഒരു പാലം മറികടന്നു, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം മറികടന്നു, അല്ലെങ്കിൽ ഒരു തുരങ്കം മറികടന്നു, അല്ലെങ്കിൽ ഒരു കൃഷിപ്പുരയിടം മറികടന്നു, അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ. ഒന്നുകൂടെ പറഞ്ഞേ. പാലം, പ്ലാറ്റ്ഫോം, തുരങ്കം, കൃഷിപ്പുരയിടം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ. ഇത്തരം സാധനങ്ങളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് അവരെന്താണോ തരുന്നത് അതിന്റെ നീളം കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ സമയം. ക്ലിയർ ആണേ? മൂന്നാമത്തത്, രണ്ട് ട്രെയിനുകൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുന്നു എന്ന് കേട്ടാൽ ഇക്വേഷൻ S1 പ്ലസ് S2 ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ ടൈം. S1 സ്പീഡ് 1, S2 രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ്, L1 ഒന്നാമത്തെ ട്രെയിനിന്റെ നീളം, L2 രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം. അങ്ങനെ നാലാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാല് രണ്ട് ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു എന്ന് കേട്ടാല് അത് നാലാമത്തെ ടൈപ്പാണ്. ഇക്വേഷൻ S1 മൈനസ് S2 ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ ടൈം. ഇങ്ങനെ 4 തരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച എല്ലാവരും. ചോദ്യം എന്താണ്? മണിക്കൂറിലെ 60 km/h വേഗതയിൽ പോകുന്ന ഒരു ട്രെയിൻ അതേ ദിശയിൽ 42 km/h വേഗതയിൽ ഓടുന്ന മറ്റൊരു ട്രെയിനെ മറികടക്കാൻ 1 മിനിറ്റ് സമയം എടുക്കുന്നു. ആദ്യ ട്രെയിനിന്റെ നീളം 150 മീറ്റർ ആണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇത് ഏത് ടൈപ്പാ? നാലാമത്തെ ടൈപ്പ് അല്ലടാ. രണ്ട് ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു എന്ന് കേട്ടാല് അത് നാലാമത്തെ ടൈപ്പാണ്. രണ്ട് ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു എന്ന് കേട്ടാല് അത് മൂന്നാമത്തെ ടൈപ്പാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ രണ്ട് ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് നാലാമത്തെ ടൈപ്പ് ആണെന്ന് മനസ്സിലായി. നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് S1 മൈനസ് S2 ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ ടൈം ആണ് നമ്മുടെ ഇക്വേഷൻ. എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ പലതവണ ക്ലാസ്സിൽ പറഞ്ഞതാണ്. S1 പ്ലസ് S2, S1 പ്ലസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ S1 പ്ലസ് S2 ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ ഒരേ ദിശയിൽ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അതേ ദിശ അല്ലെങ്കിൽ ഒരേ ദിശ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ S1 മൈനസ് S2 ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ ടൈം. സ്പീഡുകൾ നോക്കിക്കേ. ഒന്നാമത്തെ ട്രെയിനിന്റെ സ്പീഡ് 60 km/h. മക്കളെ, രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് 42 km/h. എടാ, S1 മൈനസ് S2 60 42 കുറയ്ക്കണം. 60 42 കുറയ്ക്കുക, 60 42 കുറയ്ക്കുക, 60 42 കുറച്ചാൽ 10 2 കുറച്ചാൽ 8 ആണ്. പിന്നെ അവിടെ 5 ഉള്ളൂ. 5 4 കുറച്ചാൽ 1. അപ്പൊ നമുക്ക് മനസ്സിലായി S1 മൈനസ് S2 എന്ന് പറയുന്നത് 18 km/h ആണെന്ന് മനസ്സിലായി. ഇനി ട്രെയിനിന്റെ നീളം 150. സമയം നമുക്ക് വേണമെങ്കിൽ സെക്കൻഡിലാക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുള്ളതാണ്, ട്രെയിനിന്റെ നീളമൊക്കെ മീറ്ററിൽ തന്നു കഴിഞ്ഞാൽ എടാ സ്പീഡിനെ നിങ്ങൾ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. km/h ആണ് ചോദ്യകർത്താവ് തന്നിരിക്കുന്നത്, അതിനെ നിങ്ങൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം.
കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. നേരെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കണം എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ ഇവിടെ ദാണ്ടേ 18 കിലോമീറ്റർ പെർ അവർ അല്ലേ മക്കളെ? മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. സോ ആ ഒരു ഭാഗം അങ്ങ് ക്ലിയർ ആയി. വലതുവശം ട്രെയിനിന്റെ നീളങ്ങൾ തമ്മിൽ കൂട്ടുക. നമുക്കിവിടെ ഒരു ട്രെയിനിന്റെ നീളം മാത്രമല്ലേ അറിയത്തുള്ളൂ, അത് 150 ആണ്. രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം നമുക്കറിയില്ല, സോ L2 അറിയില്ല, അതുപോലെ എഴുതി വെച്ചു. സമയം 1 മിനിറ്റ് ആണ്. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, ട്രെയിനിന്റെ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുമ്പോൾ തന്നെ പറയാറുള്ളതാണ്, നിങ്ങൾ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയാൽ നീളം മീറ്ററിലും സമയം സെക്കൻഡിലേക്കും മാറ്റണം എന്ന് പറയാറുള്ളതാണ്. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാല് അത് 60 സെക്കൻഡ് ആണെന്ന് മനസ്സിലാക്കുക. സോ ക്ലിയർ. അതാണ്ടേ ഈ കിടക്കുന്ന 18ഉം ഈ കിടക്കുന്ന 18ഉം കട്ടായി. ഇനി നിങ്ങൾ ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. 150 പ്ലസ് L2, 150 പ്ലസ് L2 ഇസ് ഈക്വൽ ടു, ക്രോസ് ചെയ്യുമ്പോൾ 60ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 6 5 30 300 എന്ന് വരും. അവിടുന്ന് L2 ഇസ് ഈക്വൽ ടു, ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന പ്ലസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 150 അപ്പുറത്തേക്ക് പോയാൽ മൈനസ് ആവത്തില്ലേ? 300ന്ന് 150 കുറച്ചാല് നമ്മളുടെ ഉത്തരം 150. 150 മീറ്റർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ട്രെയിനിന്റെ 4 ടൈപ്പും കൂടെ ഒന്നും കൂടെ പിടിച്ചോ നമ്മുടെ കൂടെ. ലംബമായിട്ട് നിൽക്കുന്ന വസ്തുക്കളായിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, ബിന്ദു ആണെങ്കിൽ ഇക്വേഷൻ സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാല് തിരശ്ചീനമായിട്ട് കിടക്കുന്ന വസ്തുക്കള്, അതായത് പ്ലാറ്റ്ഫോം, തുരങ്കം, കൃഷിപ്പുരയിടം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിന്. ഇങ്ങനെ ഒന്നും കൂടെ പറയാം, പ്ലാറ്റ്ഫോമ്, തുരങ്കം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ. ഇത്തരം സാധനങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ ഇക്വേഷൻ സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് അവരെന്താണോ തരുന്നത് അതിന്റെ നീളം കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ സമയം എന്ന് ഓർത്തിരിക്കണം. മൂന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാല് 2 ട്രെയിനുകൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുന്നു എന്ന് കേട്ടാൽ, 2 ട്രെയിനുകൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുന്നു എന്ന് കേൾക്കുവാണെങ്കിൽ ഇക്വേഷൻ ദാ പിടിച്ചു, S1 പ്ലസ് S2 ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, 2 ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാല് ഇക്വേഷൻ S1 മൈനസ് S2 ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ ടൈം ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രെയിനകത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക എന്നുള്ള കാര്യം കൂടെ ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ പ്രോബ്ലം ചെയ്ത് അവസാനിപ്പിക്കുക. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം 150 മീറ്റർ ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പതിയെ കടക്കാം. മക്കളെ, രണ്ടാമത്തെ ചോദ്യം ദാ പിടിച്ചു. ചോദ്യം ഇതാണ്, 4.5, 6, 7.5 എന്നീ സംഖ്യകൾ കൊണ്ടുള്ള എല്ലാ ഗുണിതങ്ങളും എടുത്താൽ എല്ലാത്തിലും പൊതുവായ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. കണ്ടോ? അപ്പോ ഗുണിതങ്ങൾ എടുക്കുമ്പോൾ അതിലെ എല്ലാത്തിലും പൊതുവായിട്ടുള്ള ഏറ്റവും ചെറിയ ഗുണിതം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, LCM എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. മലയാളത്തിൽ പറഞ്ഞാൽ ഏറ്റവും ചെറിയ പൊതുഗുണിതത്തിന് പറയുന്ന പേരാണ് LCM. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഏറ്റവും വലിയ പൊതുഘടകം. അപ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതത്തിന് പറയുന്ന പേരാണ് LCM. ഏറ്റവും വലിയ പൊതുഘടകത്തിന് പറയുന്ന പേരാണ് HCF എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
പക്ഷെ തന്നിരിക്കുന്ന സംഖ്യകൾക്കൊരു പ്രത്യേകതയുണ്ട്. ആദ്യം കിടക്കുന്നവൻ മിശ്രഭിന്ന സംഖ്യയാണ്, രണ്ടാമത് കിടക്കുന്നവൻ സാധാരണ ഒരു എണ്ണൽ സംഖ്യയാണ്, മൂന്നാമത് കിടക്കുന്നവൻ ഒരു മിശ്രഭിന്ന സംഖ്യയാണ്. സ്വാഭാവികമായിട്ടും ആ മിശ്രഭിന്ന സംഖ്യയെ നിങ്ങൾ ഒന്ന് പിടിച്ചു കുലുക്കുവാണെങ്കിൽ അവൻ ഒരു ഭിന്നസംഖ്യയായിട്ട് മാറും, അല്ലെ? മിശ്രഭിന്ന സംഖ്യകളെ ഒന്ന് പിടിച്ചു കുലുക്കുവാണെങ്കിൽ അതൊരു ഭിന്നസംഖ്യ, അതായത് വിഷമ ഭിന്ന സംഖ്യയായിട്ട് മാറും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എടാ 4.5 എന്ന് കാണുമ്പോൾ അതൊരു മിശ്രഭിന്ന സംഖ്യയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനെ ഒന്ന് പിടിച്ചു കുലുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാണ്ടേ നോക്കിക്കോണേ, ആ 4.5 എന്ന് പറയുന്നവൻ ഛേദം അതുപോലെ തന്നെ അങ്ങ് എഴുതണം, ഛേദം 2 അതുപോലെ തന്നെ അങ്ങ് എഴുതി വെക്കുക. ഇനി പുതിയ അംശത്തിന് വേണ്ടിയിട്ട് ക്രോസ് ആയിട്ട് ഗുണിക്കുക, പഴയ അംശം കൂട്ടുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക, പഴയ അംശം കൂട്ടുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക, പഴയ അംശം കൂട്ടുക. 4 2 8, 8 1 9. അപ്പോൾ 4.5 എന്ന് പറഞ്ഞാല് 9/2 ആണെന്ന് മനസ്സിലായോ? എങ്ങനെ ചെയ്തത്? അതായത് ഛേദം അതുപോലെ തന്നെ എഴുതി വെച്ചു, പുതിയ അംശത്തിന് വേണ്ടിയിട്ട് ക്രോസ് ആയിട്ട് ഗുണിക്കുക, പഴയ അംശം കൂട്ടുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക, പഴയ അംശം കൂട്ടുക, കഴിഞ്ഞു. അടുത്തത് 6 എന്ന് പറയുന്നവൻ അതുപോലെ തന്നെ എഴുതി. 7.5 7.5 എന്ന് കാണുമ്പോൾ ഛേദം അതുപോലെ തന്നെ എഴുതണം, ഛേദം 2 അതുപോലെ തന്നെ എഴുതി. പുതിയ അംശത്തിന് വേണ്ടിയിട്ട് മക്കളെ ക്രോസ് ആയിട്ട് ഗുണിക്കുക, പഴയ അംശം കൂട്ടുക. എടാ കുഞ്ഞുങ്ങളെ, 7ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 14, അതിന്റെ കൂടെ 1 കൂട്ടിയാൽ 15. ആണ്ടേ, ഇവന്മാരുടെ 3 പേരുടെയും കൂടെ LCM കണ്ടുപിടിക്കാനാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. 4.5 എന്ന് കാണുമ്പോൾ 9/2, 6 പ്രശ്നമില്ല, അതുപോലെ എഴുതി. 7.5 എന്ന് കണ്ടാൽ 15/2. ഇവന്മാരുടെ LCM കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭിന്നസംഖ്യകളുടെ LCM കണ്ടുപിടിക്കണമെങ്കിൽ അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ഉസാഖ, ഇതാണ് ഇക്വേഷൻ. ഭിന്നസംഖ്യകളുടെ LCM കണ്ടുപിടിക്കണമെങ്കിൽ അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ഉസാഖ അല്ലെങ്കിൽ HCF. നേരെ തിരിച്ച് ഭിന്നസംഖ്യകളുടെ HCF കണ്ടുപിടിക്കാൻ ചോദിച്ചാല് മക്കളെ അംശങ്ങളുടെ HCF ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ LCM. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സ്വാഭാവികമായിട്ടും മേളിലങ്ങ് എഴുതണം. LCM ആണ് വേണ്ടതെങ്കിൽ LCM ഓഫ് ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ, ഛേദങ്ങളുടെ ഉസാഖ. അങ്ങനെയാണെങ്കിൽ ഇതാണ്ടേ, ഇവിടെ അംശങ്ങൾ എന്ന് പറഞ്ഞാല് 9, 6, 15. ഇവന്മാരുടെ LCM കണ്ടുപിടിക്കണം. 9ന്റെയും 6ന്റെയും 15ന്റെയും LCM കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ ഘടകക്രിയ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഘടകക്രിയ ചെയ്താൽ മതി. അതായത് ഇവന്മാരെ 3 പേരെയും 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. എടാ 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3, 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2, 15നെ 3 കൊണ്ട് ഹരിച്ചാൽ 5. ഇനി ഒരു ഘടകക്രിയ പോസിബിൾ അല്ല, ഇനി ഒരു ഘടകക്രിയ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം കൂടെ ഗുണിക്കുക. ദാ പിടിച്ചോ, 3ഉം 3ഉം കൂടെ ഗുണിച്ചാൽ 9, 9ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 45. എടാ 45നെ 2 കൊണ്ട് ഗുണിച്ചാൽ 90. അതായത് അംശങ്ങളുടെ ലസാഗു, അംശങ്ങളുടെ LCM എന്ന് പറയുന്നത് 90 ആണ്. ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ഉസാഖ 6 എന്ന് പറഞ്ഞാൽ 6/1 എന്ന് എഴുതാം. അപ്പോൾ ഛേദങ്ങൾ എന്ന് പറഞ്ഞ 2, 1, 2. 2ന്റെയും 1ന്റെയും 2ന്റെയും HCF എടുക്കണം. HCF എന്ന് പറഞ്ഞാല് താത്തിറക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. HCF അല്ലെങ്കിൽ ഉസാഖ കണ്ടുപിടിക്കുമ്പോൾ തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളെയും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം, താത്തിറക്കാൻ പാടില്ല. 2, 1, 2. ഇവന്മാരെ 3 പേരെയും കൂടെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു തവണ പോലും ഘടകക്രിയ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ
ഒരു തവണ പോലും ഘടകക്രിയ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ, തന്നിരിക്കുന്ന സംഖ്യകളെ ഒരു തവണ പോലും ഘടകക്രിയ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ HCF ഒന്നായിരിക്കും. HCF ഒന്നായിരിക്കും. അതായത് HCF 1. 90നെ 1 കൊണ്ട് ഹരിച്ചാല് നമ്മളുടെ ഉത്തരം ഓപ്ഷന് 90. അപ്പോൾ ഭിന്നസംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ഉസാഖ അല്ലെങ്കിൽ ഛേദങ്ങളുടെ HCF. നേരെ തിരിച്ച് ഭിന്നസംഖ്യകളുടെ HCF കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിലോ അംശങ്ങളുടെ HCF ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ LCM എന്ന് നിങ്ങൾ വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. അപ്പൊ നമ്മളുടെ ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് 90 ആയിരുന്നു റൈറ്റ് ആൻസർ. ഇതാണ് നമുക്ക് മുൻ വർഷത്തിലെ ഇതുപോലെ നമ്മുടെ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. അപ്പൊ അതാണ്ട് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം. 540 എന്ന സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും എന്നാണ് ചോദ്യം. പൂർണ്ണവർഗ സംഖ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കൃത്യമായിട്ട് പറയാൻ സാധിക്കുവാണെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് പൂർണ്ണവർഗ സംഖ്യ. എടാ പിള്ളേരെ, 25ന്റെ സ്ക്വയർ റൂട്ട് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ണും പൂട്ടി പറയും 5 എന്ന് പറയും. അതുകൊണ്ട് 25 എന്ന് പറയുന്ന സംഖ്യ പൂർണ്ണവർഗ സംഖ്യയാണ്. 49 എന്ന് പറയുന്ന സംഖ്യയുടെ കൃത്യമായിട്ട് സ്ക്വയർ റൂട്ട് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും സാറേ 49ന്റെ സ്ക്വയർ റൂട്ട് 7. അതുകൊണ്ട് 49 എന്ന് പറയുന്നവൻ പൂർണ്ണവർഗ സംഖ്യയാണ്. അതേസമയം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എടാ 50ന്റെ സ്ക്വയർ റൂട്ട് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും സാറേ 50ന്റെ സ്ക്വയർ റൂട്ട് ഞങ്ങൾക്ക് അറിയില്ല, അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് 50 എന്ന് പറയുന്ന സംഖ്യ പൂർണ്ണവർഗ സംഖ്യ അല്ല. അപ്പൊ പൂർണ്ണവർഗ സംഖ്യ എന്ന് പറഞ്ഞാല് ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുവാണെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് പൂർണ്ണവർഗ സംഖ്യ. പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇവിടെ ഒരു സംഖ്യ തന്നിട്ടുണ്ട് 540 എന്ന് പറയുന്ന സംഖ്യ. എടാ അതിന് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും എന്നാണ് ചോദ്യം. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്തെന്നറിയോ? ആ തന്നിരിക്കുന്ന സംഖ്യയെ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം. ഒന്നുമില്ല, ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അതൊരു പൂർണ്ണവർഗമാകുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ തന്നിരിക്കുന്ന സംഖ്യയെ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കൂ, 540. എടാ അഭാജ്യ സംഖ്യ കൊണ്ട് മാത്രമേ ഘടകക്രിയ ചെയ്യാൻ പാടുള്ളൂ. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞ പ്രൈം നമ്പർ ഏതൊക്കെയാ? 2, 3, 5, 7, 11, 13, 17, 19, 23, 29 അങ്ങനെയുള്ള സംഖ്യകൾ കൊണ്ട് മാത്രമേ ഘടകക്രിയ ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾ ഇഷ്ടം. ഏതെടുക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇഷ്ടം. ഇപ്പൊ 540നെ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് 2 കൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമല്ലോ, 3 കൊണ്ട് ചെയ്തോളൂ, നോ പ്രോബ്ലം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 540നെ നമുക്ക് വെറുതെ 5 കൊണ്ട് അങ്ങ് ചെയ്യാം. എപ്പോഴും അഭാജ്യ സംഖ്യ കൊണ്ട് മാത്രമേ ഘടകക്രിയ ചെയ്യാൻ പാടുള്ളൂ. 2, 3, 5, 7, 11 അങ്ങനെയുള്ള നമ്പർ കൊണ്ട് മാത്രമേ ഘടകക്രിയ ചെയ്യാൻ പാടുള്ളൂ. 540നെ 5 കൊണ്ട് ഹരിച്ച എത്ര? 1 5 8 5 40. മനസ്സിൽ വരുന്നില്ലെങ്കിൽ സൈഡിലോട്ട് മാറ്റിയിട്ട് 540നെ 5 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. എടാ 540നെ 5 കൊണ്ട് ഹരിച്ചാൽ 108. ആ 108നെ വീണ്ടും ഒന്നുകിൽ 2 കൊണ്ടോ അല്ലെങ്കിൽ 3 കൊണ്ടോ ഹരിക്കാം. നിങ്ങൾ ഇഷ്ടം, 3 കൊണ്ട് ചെയ്യാം. 3 9, 9ന്റെ ബാക്കി 1 18 മാറി. 6 3 18, 36 എന്ന് വരും. ആ 36നെ വീണ്ടും 3 കൊണ്ട് ഹരിച്ചാല് 3 36, വീണ്ടും 3 കൊണ്ട് ഹരിച്ചാല് 4 3 12. എടാ വീണ്ടും 2 കൊണ്ട് ഹരിച്ച 2 2 4. നമ്മൾ ചെയ്ത പരിപാടി അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം. അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് 540 എന്ന് പറയുന്നവനെ എങ്ങനെ എഴുതാം? 2 ദാണ്ടോ 2 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതി 2 × 2 എന്ന് എഴുതി വെച്ചു.
ഓക്കെ ആണേ. 3 പറയുന്നവൻ 2 ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും 3 × 3 എഴുതി വെച്ചു. ഇനി അടുത്തത് ഒരു 3ഉം ഒരു 5ഉം കൂടെ ഉണ്ട്. അപ്പൊ ഒരു 3ഉം ഒരു 5ഉം കൂടെ നമ്മൾ ചേർത്ത് അങ്ങോട്ട് എഴുതി വെച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ എഴുതി വെച്ചതിന് ശേഷം ഇവന്മാരെ 2 പേരെ ചേർത്തൊരു ഗ്രൂപ്പ് ആക്കണം. ഇവന്മാരെ 2 പേരെ ചേർത്തിട്ട് ഒരു ഗ്രൂപ്പ് ആക്കണം. ഇവന്മാര് 2 പേരെ ചേർത്തിട്ട് ഒരു ഗ്രൂപ്പ് ആക്കണം. എന്താണ്ടേ ഇവനെയും ഇവന്മാര് 2 പേരും ഒരുപോലെ ഇരിക്കുന്നവന്മാരല്ലേ, അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ആക്കുക. 2 2 ചേർത്ത് ഒരു ഗ്രൂപ്പ് ആക്കി. എടാ ഈ 3ഉം കൂടെ ചേർത്തിട്ട് മറ്റൊരു ഗ്രൂപ്പ് ആക്കി. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഗ്രൂപ്പ് ആക്കാൻ? ഇവന് വേറെ കമ്പാനിയൻ ഉണ്ടോ? ഇല്ല. ഇവനുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഗ്രൂപ്പ് ആക്കി. ഗ്രൂപ്പ് ആക്കിയതിന് ശേഷം ആ ഗ്രൂപ്പ് അങ്ങ് വെട്ടിക്കളയുക. ആ ഗ്രൂപ്പ് അങ്ങ് വെട്ടിക്കളയണം. നമ്മുടെ ആൻസറാ 3 × 5. 3 × 5 ആൻസർ 15. ഒന്നും കൂടെ പറ. തന്നിരിക്കുന്ന സംഖ്യയെ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയണം. എന്നിട്ട് ആ സംഖ്യകൾ കൃത്യമായിട്ട് അങ്ങോട്ട് എഴുതി വെക്കണം. 2 അവന്മാരെ പിടിച്ച് ഗ്രൂപ്പ് ആക്കണം. ആ ഗ്രൂപ്പ് ആക്കിയവന്മാരെ എല്ലാം വെട്ടിക്കളയുക. മിച്ചം വരുന്ന സംഖ്യ എന്താണോ ദാറ്റ് ഈസ് യുവർ ഫൈനൽ ആൻസർ. പരിപാടി കഴിഞ്ഞു. ഇങ്ങനെയാണ് ഒരു സംഖ്യ തന്നിട്ട് അതിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും എന്ന് ചോദിച്ചാല് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തു മാറേണ്ടത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഉത്തരം 15 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 20% നീളം കൂട്ടിയ ഒരു സമചതുരത്തിന്റെ വശങ്ങളിലെല്ലാം 20% നീളം കൂട്ടി വലിയ ഒരു സമചതുരം ഉണ്ടാക്കിയാൽ പരപ്പളവ് എത്ര ശതമാനം കൂടും? സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സ്ഥിരം ചോദ്യം. എടാ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ബോർഡിൽ കാണുന്നത്. ഒരു സമചതുരത്തിന്റെ വശങ്ങൾ ഇത്ര ശതമാനം വീതം വർദ്ധിപ്പിച്ചാൽ വിസ്തീർണം എത്ര മടങ്ങ് വർദ്ധിക്കും, അല്ലെങ്കിൽ എത്ര ശതമാനം വർദ്ധിക്കും എന്നൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾ ഓർത്തു വെച്ചോ, അതൊരു സ്ഥിരം ചോദ്യമാണ്. അപ്പോൾ ഇക്വേഷൻ ഒരു സമചതുരത്തിന്റെ വശങ്ങൾ x% വർദ്ധിപ്പിച്ചാൽ, ഒരു സമചതുരത്തിന്റെ വശങ്ങള് x% വർദ്ധിപ്പിച്ചാൽ പരപ്പളവിൽ എന്തു മാറ്റം വരുമെന്ന് ചോദിച്ചാൽ മക്കളെ 2x + x²/100% വർദ്ധിക്കും. കൊള്ളാമല്ലോ. ഒന്നും കൂടെ, ഒരു സമചതുരത്തിന്റെ വശങ്ങള് x% വർദ്ധിപ്പിച്ചാൽ, ഒരു സമചതുരത്തിന്റെ വശങ്ങൾ x% വർദ്ധിപ്പിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കുമെന്ന് ചോദിച്ചാൽ 2x + x²/100% വർദ്ധിക്കും. അങ്ങനാണെങ്കിൽ x എന്ന് പറഞ്ഞ ശതമാന സംഖ്യ, മക്കളെ 2ഉം 20ഉം കൂടെ ഗുണിച്ചാൽ x എന്ന് പറഞ്ഞ ശതമാന സംഖ്യ 2ഉം 20ഉം കൂടെ ഗുണിച്ചാൽ 40 പ്ലസ് എക്സിന്റെ വില 20, 20ന്റെ സ്ക്വയർ 400, 400നെ 100 കൊണ്ട് ഹരിച്ചാൽ 4, 40 4ഉം കൂടെ കൂട്ടിയാൽ 44% വർദ്ധിക്കും. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒന്നും കൂടെ പറഞ്ഞു, ഓർത്തു വെച്ചു. 3-4 വട്ടം ഒന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ ഒരു ചോദ്യം വൃത്തിയായിട്ട് ആ ബുക്കിനകത്തേക്ക് എഴുതിക്കൂ. ഒരു സമചതുരത്തിന്റെ വശങ്ങള് x% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണം 2x + x²/100% വർദ്ധിക്കും. ഇതൊക്കെ എഴുതി വെച്ചോണം. പരീക്ഷയ്ക്ക് പോകുന്ന അന്ന് നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് എക്സാം ഹാളിലേക്ക് കടക്കുവാൻ സാധിക്കും. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിലെ വരാൻ പോകുന്ന K1 K2 പരീക്ഷകൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചു മാറിയ മാത്സിനകത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ക്ലാസ് നമ്മൾ ഇതിന്റെ തുടർച്ചയായിട്ട് ഇതിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ഭാഗത്തേക്ക് നമ്മൾക്ക് ഉൾപ്പെടുത്താം. കാരണം ഇനിയും ചോദ്യങ്ങൾ തുടർന്നു പോവുകയാണെങ്കിൽ
വീഡിയോയ്ക്ക് ലെങ്ത് കൂടും, കാണുന്ന നിങ്ങൾക്കൊരു അസൗകര്യം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത പാർട്ടിലേക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതാണ് സജഷൻ എൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ഇനിയുള്ളൂ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാ തവണയും ചെയ്യാറുള്ളത് പോലെ തന്നെ കേട്ടറ്റ് പരീക്ഷകളുടെ അവസാന ദിവസങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ സാധാരണ ബൂസ്റ്റർ ഡോസ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 10 ദിവസത്തെ ബൂസ്റ്റർ ഡോസ് ബാച്ച് നമ്മൾ തുടക്കം കുറിക്കാൻ പോവാം. ഈ ഒരു ക്ലാസിന്റെ പ്രത്യേകത, വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ക്ലാസ്സിൽ കൃത്യമായിട്ട് നിങ്ങളെ അധ്യാപകര് പരിചയപ്പെടുത്തും. ആ ഒരു ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമായിരിക്കും. കുറേ ദിവസത്തെ റിസർച്ച് നടത്തി പല പല കേട്ടറ്റ് പരീക്ഷകളിലെ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തി ആ ഭാഗങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ലൈവ് സെഷൻസ് ആയിരിക്കും നമ്മൾ ബൂസ്റ്റർ ക്ലാസ്സുകളിലെ പരിചയപ്പെടുത്തുന്നത്. അത് നമുക്ക് ഈ പറയുന്ന 10 ദിവസം ഓരോ ദിവസവും 2 മണിക്കൂർ വെച്ച് നമുക്ക് ഈ ലൈവ് ക്ലാസ്സുകളിൽ കൂടി ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് 21-ാം തീയതി പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ അത്തരം ക്ലാസ്സുകൾ വലിയ ആത്മവിശ്വാസം നമ്മളെ ഉയർത്തും എന്നുള്ളതിലെ തർക്കമൊന്നുമില്ല. അപ്പോൾ പരീക്ഷയുടെ ഏറ്റവും അവസാന നിമിഷങ്ങൾ സുന്ദരമാക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബൂസ്റ്റർ ഡോസ് ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് ഈ പരീക്ഷയുടെ അവസാന ദിവസങ്ങൾ നിങ്ങൾക്ക് ഭംഗിയായിട്ട് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങളുടെ കേട്ടറ്റ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക്, അധ്യാപക സുഹൃത്തുക്കളിലേക്ക് കൂടി മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ഇതിന്റെ ബാക്കി സെഷനുമായിട്ട് നമുക്ക് അടുത്ത സെഷന് വീണ്ടും കാണാം.